നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മൾ റിലേഷൻഷിപ്പ് റീഡിങ് വൈകുന്നേരം ആക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട്. ഓക്കെ, സോ ഇന്ന് റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കാം നമുക്ക്. ഇന്ന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലെ ഒരു സീക്രട്ട് അവർ നിങ്ങളോട് തുറന്ന് പറയുകയാണെങ്കിൽ, ഓക്കെ, എന്ത് കാര്യമായിരിക്കും അവർ പറയുക എന്ന് നമുക്ക് നോക്കാം. അതിപ്പോൾ എന്ത് കാര്യമാവാം, നിങ്ങളോടുള്ള ഫീലിങ്സിൻ്റെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൻ്റെ എന്തെങ്കിലും കാര്യമായിരിക്കാം, എന്തുമാവാം. ഓക്കെ, നമുക്ക് നോക്കാം അവർക്ക് എന്താണ് സീക്രട്ട് അവരുടെ മനസ്സിലുള്ള എന്തെങ്കിലും അവർ തുറന്ന് പറയുകയാണെങ്കിൽ അതെന്തായിരിക്കും അവർക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അവരുടെ മനസ്സിലുള്ള സീക്രട്ട് നിങ്ങളോട് തുറന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും അവർക്ക് പറയാനുള്ളത്? ഓക്കെ, മനസ്സിലെ സീക്രട്ട് നമുക്കറിയാം, അത്ര തന്നെ. ഓക്കെ, ലെറ്റ്സ് സീ. പേഴ്സന്റെ മനസ്സിലൊരു സീക്രട്ട് അവർ നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഓക്കെ, 4 of Cups and 10 of Cups. ഓക്കെ, 4 of Pentacles. Queen of Wands. Empress കാർഡാണിത്. എംപ്രസിൻ്റെ കാർഡാണ്. ഓക്കെ 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 ഇവിടെ സിറ്റുവേഷൻ ഇത് മോസ്റ്റ്ലി മാരീഡ് ആൾക്കാർക്കാണ്. ഐ എം സോറി. ഓക്കെ, ഇന്ന് വന്നത് അങ്ങനത്തെ ഒരു എനർജിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇന്ന് കൂടുതലും ഇത് ഈ റീഡിങ് കാണുന്നതിൽ നിങ്ങൾ മെജോറിറ്റി നിങ്ങൾ ഡീൽ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ മാരീഡ് ആവാം, ബട്ട് അതിനേക്കാൾ കൂടുതൽ മീൻസ് നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം, അവർക്ക് വേറെ തേർഡ് പാർട്ടി ഉണ്ടാവാം, അങ്ങനെയായിരിക്കും. അല്ലെങ്കിൽ അവർ മാരീഡ് എന്നുള്ള രീതിയിലായിരിക്കും. നിങ്ങൾ മാരീഡോ സിംഗിളോ എന്തുമാവാം. ഓക്കെ, പക്ഷെ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണ് എനിക്കിവിടെ കൂടുതലും കാണുന്നത്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഉണ്ട് അവരുടെ ലൈഫിൽ എന്ന രീതിക്കാണ്. അത് ഫാമിലി തന്നെയാണ് മോസ്റ്റ്ലി, കാരണം ഇവിടെ 1-2 കാർഡ്സ് നമുക്ക് വന്നിട്ടുള്ള ഫാമിലിയുടെ കാർഡ്സ് ഉണ്ട്. ഓക്കെ, സോ എനിക്ക് 2 വ്യക്തികളുണ്ട് അവരുടെ ജീവിതത്തിൽ. എനിക്ക് 2 പേരുണ്ട്. ഒരാളോട് ഇപ്പം നിങ്ങളോട് തോന്നുന്നത് അവർക്ക് വളരെയധികം അട്രാക്ഷൻ, ആ ഒരു പാഷൻ, നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ, നിങ്ങളോട് പെരുമാറുമ്പോൾ അല്ല സോറി ഇടയ്ക്ക് സോറി അങ്ങനെ ഇതായിപ്പോൾ. ഓക്കെ, നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ, നിങ്ങളുടെ കൂടെയുള്ള സമയത്ത് അവർക്ക് വളരെയധികം ഒരു സന്തോഷം ഫീൽ ചെയ്യാറുണ്ട്, ഒരു എന്തൊക്കെയോ ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യാറുണ്ട് എന്ന് പറയില്ലേ, പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കിട്ടും അവർക്ക്, സന്തോഷം ഫീൽ ചെയ്യും. ഓക്കെ, ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് ജീവിതത്തിൽ എന്ന് തോന്നും. നമ്മൾ ഫാമിലി അങ്ങനെ അതൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ഫാമിലിയുടെ ബേർഡൻസ്, ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, ഫാമിലിയുടെ കാര്യങ്ങൾ നടക്കണം, അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ നമുക്കൊരു പരിധി കഴിയുമ്പോൾ നമ്മൾ ആ ഒരു അതിൽ പെട്ടുപോകില്ലേ. പക്ഷേ നിങ്ങളുടെ കൂടെയുള്ള സമയത്ത് അവർക്ക് വളരെയധികം ഒരു എനർജറ്റിക് ആയിട്ടും ഒരു സന്തോഷമൊക്കെ ഫീൽ ചെയ്യുന്ന പോലെയും, ശരിക്കും നിങ്ങളെ കാണുമ്പോൾ തന്നെ അവർക്ക് നിങ്ങളോട് റെസ്പെക്റ്റ് ഉണ്ട്, നിങ്ങൾ കാര്യങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്ന് കണ്ടിട്ട് അവർക്ക് റെസ്പെക്റ്റ് തോന്നാറുണ്ട്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വളരെ നല്ലതായിരിക്കും, നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടാവും. ലൈക്ക് അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് അത് വളരെ ഇഷ്ടമാണ് അവർക്ക്. ഓക്കെ, അവർക്ക് ആ ഒരു നിങ്ങൾ ഈവൻ ഇപ്പോൾ നിങ്ങൾ ദേഷ്യപ്പെട്ട് വല്ലതും പറഞ്ഞാൽ പോലും മേ ബി നിങ്ങളുടെ ആ ഒരു സംസാരത്തിൻ്റെ ടോണോ രീതിയോ കമ്മ്യൂണിക്കേഷൻ, ഐ തിങ്ക് മേ ബി നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളോ, നിങ്ങൾക്ക് വല്ല ടാലൻസ് ഒക്കെ ഉണ്ടാവുക, അതിനൊക്കെ അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ വളരെയധികം ശരിക്കും നിങ്ങളോട് അറ്റാച്ച്ഡ് ആണ് അവർ. ഓക്കെ, ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ പറഞ്ഞ പോലെ ഫാമിലി കാർഡ് ഇവിടെ 2-3 വന്നിട്ടുണ്ട്. ഫാമിലി എന്നുള്ള റെസ്പോൺസിബിലിറ്റി അവരുടെ മേലെയുണ്ട്. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, അവരുടെ മനസ്സിൽ ലൈക്ക് അവർക്ക് രണ്ടും വിട്ടുകളയാൻ അവർക്ക് സാധിക്കുന്നില്ല. ഓക്കെ, അവരുടെ മനസ്സിൽ അവർ കൺഫ്യൂസ്ഡ് ആണ്, എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷനാണ്. ഓക്കെ, അവർ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ വിട്ടുകളയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ആ 2 കാര്യമാണ് ഇവിടെ മെയിൻ. ഓക്കെ, ബട്ട് ഇവിടെ വന്നത് നമ്പർ 4 ആണ്. 4 എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും അതൊരു എന്താ പറയുക, സ്റ്റെബിലിറ്റിയുടെ നമ്പറാണ്. സ്റ്റെബിലിറ്റി, വീട്, ഫാമിലി, നമ്മുടെ ലൈഫിൻ്റെ സ്റ്റെബിലിറ്റി. ഓക്കെ, നമ്മളുടെ ലൈക്ക് ഇപ്പോൾ നമ്മൾ പറയില്ലേ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ മാരേജ് ഒക്കെ ചെയ്താണെങ്കിൽ നമ്മൾ ആ ഒരു എന്താ പറയുക സൊസൈറ്റിയുടെ മുമ്പിലുള്ള നമ്മുടെ സ്ഥാനമാനങ്ങൾ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പെടുകയില്ല. സോ അത് അവരുടെ ഒരു ഭാഗത്ത് അവരെ മനസ്സിലാ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ അവർ വിട്ട് കളയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളില്ലാതെ അവർക്ക് ശരിക്കും ലൈഫിൽ ഹാപ്പിനെസ് ഇല്ല. ഓക്കെ, ആൻഡ് ഇവിടെ അവർ നിങ്ങളെ വിട്ട് കളയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഓക്കെ, അവർ കയ്യിലുള്ളത് അവർ വിട്ട് കളയാനും അതും അവർക്ക് ആഗ്രഹമില്ല. ലൈക്ക് അവരുടെ ഫാമിലി ഉണ്ട്, അവർ ടേക്ക് കെയർ ചെയ്യണം, ഫാമിലിയുടെ ഒരു സ്റ്റെബിലിറ്റി എന്ന രീതിക്കായിരിക്കാം അവർ പ്രൊവൈഡ് ചെയ്യണം, അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ അതുകൊണ്ട് തന്നെ അതും വിട്ട് കളയാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇവിടെ ആ 2ൻ്റെ ഇടയിലുള്ള ഒരു ചോയ്സിൻ്റെ ഒരു കാര്യമാണ് എനിക്ക് കാണുന്നത്. ആ ഒരു ചോയ്സ് അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ലവേഴ്സ് കാർഡാണ്. നിങ്ങളോടുള്ള ഫീലിങ്സ് യെസ് വളരെ സ്ട്രോങ് ഫീലിങ്സ് ആണ്.
നിങ്ങൾ ശരിക്കും ഒരു സോൾമേറ്റ് ആയിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്, അവർക്ക് അങ്ങനെയാണ് ഫീലിംഗ് വരുന്നത്. ഓക്കെ, അവർ തുറന്ന് പറയാൻ അവർക്ക് സാധിക്കുമെങ്കിൽ ഇത് അവരെ മനസ്സിൽ അവർ വെച്ചിരിക്കുകയാണ്, അല്ല അടക്കി വെച്ചിരിക്കുകയാണ്, അതും പറയാം. ഓക്കെ, കയ്യിലൂടെ വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല, യെസ്, അതിപ്പോൾ നിങ്ങളെ ആയാലും ഫാമിലി ആയാലും. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങളോടുള്ള സ്നേഹം അത് അവർക്ക് വളരെയധികം അവരുടെ മനസ്സിൽ സ്ട്രോങ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ മൈൻഡ് ഇങ്ങനെ അവർക്ക് കൺഫ്യൂസ്ഡ് ആയിട്ട് പോകുന്നത്. ഓക്കെ, ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ബാക്കി ഞാൻ അവർ പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം നിങ്ങളോട്, നിങ്ങളെ അവർ വിട്ട് കളയാൻ ഒരിക്കലും തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, നിങ്ങളോടുള്ള സ്നേഹം അവർക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു സ്നേഹമാണ്, ഫീലിങ്സ് അവർക്ക് അത്രയും സ്ട്രോങ് ആണ് എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷെ ഒരു ഭാഗത്ത് അവർക്ക് ഫാമിലി ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഇതിവിടെ മെയിൻലി ഐ തിങ്ക് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണെന്ന് കാണുന്നത്. അല്ലാത്തവർക്ക് ആണെങ്കിലും വേറെ ആരെങ്കിലും തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഫാമിലി പാരൻസ് അങ്ങനെയുള്ള കൂടി നിങ്ങൾ എടുത്തോളൂ. മേ ബി പാരൻസ് ഉണ്ടെങ്കിൽ അവർ സമ്മതിക്കില്ല നിങ്ങളുടെ മാരേജിന്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. വാവ്, നല്ല വെളിച്ചം വന്നു ഇപ്പോൾ. വാവ്, ഇന്നത്ര നേരം ഇവിടെ മഴ മൂടി ഇങ്ങനെ ഇതായിട്ട് നിൽക്കുമായിരുന്നു. ഓക്കെ, അവർ വേറെന്താണ് നിങ്ങളോട് അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്താ പറയാനുള്ളത്? വൺ മോർ തിങ്. ഓക്കെ, 5 wands, വേൾഡ് കാർഡ്, മൂന്നാണിത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, തേർഡ് പാർട്ടിയിൽ അവർ ഹാപ്പി ഒന്നുമല്ല. ഓക്കെ, അത് ഫാമിലിയാണ്, പക്ഷേ റെസ്പോൺസിബിലിറ്റി ആണ്. വീണ്ടും വീണ്ടും ഫാമിലിയുടെ കാർഡാണ് വരുന്നത്. ആൻഡ് നമ്പർ 10 ഒരുപാട് വരുന്നുണ്ട്. എൻഡിങ്സ് എന്ന് പറയാം. ഓക്കെ, എൻഡിങ്സ് പറഞ്ഞാൽ അവർ ഓൾമോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഫാമിലിയിൽ സന്തോഷം കൊണ്ടല്ല, പക്ഷെ അവർ റെസ്പോൺസിബിലിറ്റി ആണ്, അവർ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ഹാങ്മാൻ. അവർ പെട്ട് നിൽക്കുന്നതാണ്. യെസ്, അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ, അവർ ആ റെസ്പോൺസിബിലിറ്റി അവർ ചെയ്യുകയാണ്. അവിടെ അതിലൊരു സന്തോഷം ഉണ്ടോ എന്ന് ചോദിച്ചാലില്ല. ഓക്കെ, അവർ മാനേജ് ചെയ്യാൻ മാത്രം എല്ലാവരെയും മുമ്പിൽ. ഓക്കെ, ഇത് ആക്ച്വലി ശരിക്കും ഇവിടെ ഈ 2 കാർഡ് വന്നപ്പോൾ ആൻഡ് ഇവിടെ 10 of swords ആണ് ഇടയിൽ. സോ അവർ കാണിക്കുന്നത് മറ്റുള്ളവരെ മുമ്പിൽ യെസ് ഞങ്ങൾ വളരെ ഹാപ്പിയാണ്, ഫാമിലി ആയിട്ട് വളരെ ഹാപ്പിയാണ് എന്ന രീതിക്കൊക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ, പക്ഷെ അവർ ആക്ച്വൽ എനർജി നോക്കൂ, 10 of swords ആണ്. ഓക്കെ, അവർ അത്രയും വിഷമത്തിലും അവരത് പക്ഷെ അവർക്ക് പേടി എന്താണെന്ന് വെച്ചാൽ ഇത് എൻഡായി കഴിഞ്ഞാൽ ഈ പുറമേ നമ്മൾ കാണിക്കുന്നതോ അല്ലെങ്കിൽ മാരേജ് ഉണ്ടാവുക അല്ലെങ്കിൽ ഫാമിലി വിട്ടുമാറുക അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് ഇന്ന് വളരെയധികം സ്ട്രോങ് ആയിട്ട് ഫാമിലി കാർഡാൻ വന്നത്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, അങ്ങനെ അവർ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും അതിൽ പ്രശ്നങ്ങൾ വലുതോ അത് വിട്ട് കളയുക അല്ലെങ്കിൽ നിങ്ങളെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തേർഡ് പാർട്ടി എനർജി വളരെ സ്ട്രോങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ള രീതിയിലാണ് അവർ അതിനെ ഒന്ന് മാറ്റാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, വേൾഡ് കാർഡാണ്. വേൾഡ് അവർ എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് എന്ന രീതിക്കാണ് നമ്മൾ പറയാം. ചില കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ഹാപ്പി അല്ല അവിടെ. ഓക്കെ, പക്ഷെ അറ്റ് ദ സെയിം ടൈം അവർ അത് വിട്ട് കളയാനും അവർക്ക് സാധിക്കില്ല എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ വളരെയധികം ഐ തിങ്ക് ആ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് അവർ നിങ്ങളോട് തുറന്ന് സംസാരിക്കുമ്പോൾ പറയാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, വാവ്, എന്താല്ലേ മാച്ച് നോക്കൂ. ഓക്കെ, പുറമേ കാണിക്കുന്നതാണിത്. ഓക്കെ, ഐ എം ഷുവർ ഇത് പുറമേ കാണിക്കുന്ന കാര്യങ്ങളാണ്. ബട്ട് ഇന്റേണൽ മൈൻഡ് കോൺഫ്ലിക്റ്റ് ആണ് ഇത് കാണിക്കുന്നത്. 3 10 കാര്യമാണ്. സോ എവിടെയോ ഒരു എൻഡിങ് അവർ അവർക്ക് ലൈക്ക് വിട്ട് കളയണം എന്നുമുണ്ട്, ഫാമിലിയെ വിട്ടുമാറി അല്ലെങ്കിൽ അവരുടെ സന്തോഷം അവർക്ക് നിങ്ങളെ ചൂസ് ചെയ്ത് വരണം എന്ന ആഗ്രഹമുണ്ട്, സ്നേഹം ചൂസ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം റെസ്പോൺസിബിലിറ്റീസ് അവരെ തടഞ്ഞു നിർത്തുന്നുമുണ്ട്. ഓക്കെ, സോ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അവരിപ്പോൾ. ഓക്കെ, ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. എനിവേ, നിങ്ങൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിൽക്കണോ വേണ്ടേ എന്നുള്ളതൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ ഭാഗം ഞാൻ നോക്കിയിട്ടില്ല ആക്ച്വലി. യെസ്, അവരുടെ മെസ്സേജ് കൂടി ഇന്ന് എടുക്കാം. നിങ്ങൾക്കുള്ള അഡ്വൈസ് ആയിട്ട് ഞാൻ എടുത്തില്ല. ഐ എം സോറി. നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് നോക്കായിരുന്നു അല്ലേ. ഓട്ടെ, ഇന്ന് വേണ്ട, നാളെ എടുക്കാം. ഓക്കെ, ഇതിപ്പോൾ പേഴ്സൻ്റെ മെസ്സേജസ് കൂടി നമുക്ക് നോക്കിയേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് തരുന്നുണ്ടോ? ഐ എം ഓപ്പൺ ആൻഡ് റെഡി ടു ലവ് യു ലൈക്ക് യു ഹവ് നെവർ എക്സ്പീരിയൻസ്. ചെയ്ത കാർഡ് വന്ന് നോക്കൂ. ക്വീൻ ഓഫ് വാൻസ് കാർഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാർഡാണ്. നിങ്ങളുമായിട്ട് ശരിക്കും അവർക്ക് നിങ്ങളെ സ്നേഹിക്കണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളെ കൂടെ വേണം എന്ന്. ക്വീൻ ആവണമെന്നില്ല, കിങ് ആയാലും. ഓക്കെ, നിങ്ങളെ സ്നേഹിക്കണം, നിങ്ങളെ കൂടെ വേണം എന്നെല്ലാം അവർക്ക് ആഗ്രഹമുണ്ട്. ശരിക്കും നിങ്ങൾക്ക് ഇതുവരെ അവർക്ക് വേറെ ആരോടും തോന്നാത്തൊരു സ്നേഹം നിങ്ങളോട് തോന്നുന്നുണ്ട്, ഫീലിങ്സ് ഉണ്ട് നിങ്ങളോട് എന്ന് തന്നെയാണ്. സോറി, പേജ് ഓഫ് വൺസ്. ഐ എം ഫീലിംഗ് കോൺഫിഡൻറ്റ് മേക്കിംഗ് ദ ഫസ്റ്റ് മൂവ് ടുവേർഡ്സ് യു. ഓക്കെ, അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും, നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് അവർക്ക് കോൺഫിഡൻസ് ഉണ്ട് അവർക്ക് നിങ്ങളോട് പറയാൻ. ആക്ച്വലി ഐ തിങ്ക് നിങ്ങളോട് തുറന്ന്, ഞാൻ പറയില്ലേ, ചില കാര്യങ്ങൾ അവർക്ക് നിങ്ങളോട് തുറന്ന് പറയണം എന്ന് ആഗ്രഹമുണ്ട്. ഐ ഫീൽ ലസ്റ്റ് ഫോർ യു, ഐ ഹാവ് പവർ ഓവർ യു, ഐ കൺട്രോൾ യു വിത്ത് മൈ പാഷൻ. ഓക്കെ, ഇതങ്ങനെ നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കേണ്ട. ഓക്കെ, ബട്ട് അവരുടെ ഉള്ളിൽ നിങ്ങളോട് ഒരുപാട് പാഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. കുറച്ച് സെക്ഷൽ പാഷനാണ് ഇവിടെ കാണുന്നത്, അതുകൊണ്ട് അവർക്ക്. ഓക്കെ, 4 of Cups എനർജി ഞാൻ നേരത്തെ പറഞ്ഞ കാർഡാണ്. നമ്മൾ നേരത്തെ ആദ്യം തന്നെ വന്നിരുന്ന കാർഡാണ്. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. സംതിങ് സീംസ് മിസ്സിങ് ഇൻ മൈ ലവ് ലൈഫ്, ഐ ഫീൽ ബോർഡ് ആൻഡ് സ്റ്റക്ക്. അവർക്ക് അവരുടെ ലൈഫിൽ ഓക്കെ അവർ നിങ്ങളെയാണ് മിസ് ചെയ്യുന്നത്. അവർക്ക് ലൈക്ക് അവരുടെ ലവ് ലൈഫിൽ വേറെ ഒന്നുമില്ല, അപ്പം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്ന രീതിക്കാണ്. മേ ബി നിങ്ങൾ സെപ്പറേഷനിലാണെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് പറയാം.
Let us find a balance. There is no need to rush as we are on the right path. Good things need time and patience. Let's level up. Okay, let me do Page of Cups. So I want to enjoy. Okay, I hold on to 4. Same cards are repeat വരുന്നത്. നമുക്ക് confirmations ആണ് വരുന്നത്. I'll read it. Yes, okay, മതി. And Queen of Cups energy. I have true love and compassion for you. I feel emotionally connected to you എന്നാണ് പറയുന്നത്. Queen of Pentacles മാത്രമല്ല, wands മാത്രമല്ല, attraction മാത്രമല്ല, അവർക്ക് സ്നേഹമാണ് നിങ്ങളോട് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ സ്ട്രെങ്ത് കാർഡ് ഉണ്ട്. ഐ എം മാനിഫെസ്റ്റിംഗ് യു. ഐ ഹാവ് ഓവർകം ഓൾ മൈ ഫിയേഴ്സ് ആൻഡ് ഇൻസെക്യൂരിറ്റി. ഞാൻ പറഞ്ഞില്ല, അവർക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട്. കാരണം അത്രയും ഫീലിങ്സ് നിങ്ങളോട് അവർക്കുണ്ട്. ഓക്കെ, ഇവിടെ പറയുന്നത് നമ്മൾ തമ്മിൽ ഒരു ബാലൻസിലേക്ക് വരാം, നമുക്ക് ബാലൻസ് വരാൻ ശ്രമിക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഒന്ന് കോംപ്രമൈസ് ചെയ്യുക, പരസ്പരം മനസ്സിലാക്കുക, ആ രീതിക്ക് നമുക്ക് മുന്നോട്ട് പോകാം എന്ന രീതിക്കാണ് പറയുന്നത്. ബുദ്ധിമുട്ട് അവരെ ഭാഗത്ത് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ കോംപ്രമൈസ് നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, നിങ്ങളുടെ ഭാഗത്തേക്ക് ഞാൻ വിട്ടുവരുന്നു. ഐ വോണ്ട് ടു എൻജോയ് സം ക്യൂട്ട് റൊമാൻറ്റിക് ടൈം. ഐ എം പ്ലാനിങ് ഓൺ സർപ്രൈസിങ് യു വിത്ത് എ ഗിഫ്റ്റ് ഓർ മെസ്സേജ്. ഓക്കെ, പേജ് ഓഫ് കപ്സും ഉണ്ട്, പേജ് ഓഫ് വോൺസും ഉണ്ട്. സുപാസിൻ്റെ ഭാഗത്ത് നിന്ന് മെസ്സേജസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, അതും ഇമോഷണൽ മെസ്സേജസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അവരുടെ മനസ്സിലുള്ളത് തുറന്ന് പറയാനും ഫീലിങ്സ് തുറന്ന് പറയാനും ഒക്കെ ഉള്ള ഒരു മെസ്സേജ് നിങ്ങളുമായിട്ട് ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള സമയങ്ങൾ ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അവർക്ക് ആഗ്രഹമുണ്ട് അത്. ഓക്കെ, ആൻഡ് യു ആർ മൈ സൺഷൈൻ, മൈ ഓൺലി സൺഷൈൻ, യു മേക്ക് മീ ഹാപ്പി വെൻ സ്കൈസ് ആർ ബ്ലൂ. നിങ്ങളോട് അത്രയും സ്നേഹമാണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ അവർക്ക് വളരെയധികം സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങളില്ലാതെ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളില്ലാതെ എന്നല്ല. ഓക്കെ, ഇപ്പോൾ സപ്പോസ് നിങ്ങൾ സംസാരിക്കുന്നുണ്ട്, കോണ്ടാക്ട് ഉണ്ട് എന്ന് വിചാരിക്കാം, എന്നാലും ഓക്കെ, ബട്ട് അവർ നിങ്ങളില്ലാത്ത ജീവിതം അവർക്കൊരു വിഷമമുണ്ട് ശരിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ 4 of Pentacles ഞാൻ പറഞ്ഞു. ഐ ഹോൾഡ് ഓൺ ടു എവറിത്തിങ് ബിക്കോസ് ഐ എം പോസസീവ് ആൻഡ് ഫിയർഫുൾ ഓഫ് ലൂസിങ് യു. 4 of Pentacles. അവർ നിങ്ങളെ വിട്ട് കളയുന്നില്ല, അവർക്ക് ഫാമിലി വിടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ അവർക്ക് പറ്റുന്നില്ല, ശരിയാണ്, ബട്ട് നിങ്ങളെ അവർ വിടുന്നില്ല. ബിക്കോസ് അവർക്ക് നിങ്ങളെ വേണം അവരുടെ ലൈഫിൽ എന്നുള്ളതാണ് പറയുന്നത്. 4 of Cups, 4 of Pentacles, സെയിം തിങ്. നിങ്ങളോട് ഫീലിങ്സ് ഡെവലപ്പ് ഉണ്ട് അവർക്ക്, തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, ബട്ട് അതവർ ഫാമിലി അങ്ങനത്തെ കാര്യത്തിൽ ഇപ്പോൾ സ്റ്റക്കാണ് എന്നുള്ളതാണ്. സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള അഡ്വൈസായിട്ട് ഞാൻ ഇനി മേ ബി നെക്സ്റ്റ് റീഡിങ്ങിൽ എടുക്കാം. ഓക്കെ, ഇത് നിങ്ങൾ കുറച്ച് ആലോചിക്കുക, നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളത് കൂടി നിങ്ങൾ ആലോചിക്കുക. നമ്മൾ പേഴ്സണിനെ മനസ്സിലാക്കണം, ഒരു വഴി യെസ് വേണം, ശരി തന്നെയാണ്, പക്ഷെ നിങ്ങൾക്കിത് മതിയോ, നിങ്ങൾക്കിങ്ങനെ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. അവരെടുത്ത് പോയി തല്ലുകൂടിയിട്ടൊന്നും കാര്യമില്ല, സിറ്റുവേഷൻ എങ്ങനെയാണ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ബട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് തീരുമാനിച്ച് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കാം. ഓക്കെ, സോ അതാണ് ഇന്നത്തെ നമ്മുടെ റീഡിങ്. ഐ തിങ്ക് എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ നമുക്ക് നാളെ കാണാം.